ആദ്യം ഞാൻ വരുന്നത്. താങ്കൾ ആരാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചാൽ നന്നായിരുന്നു. ഞാൻ ഷാജ് മോഹൻ. എന്റെ ചോദ്യം UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധിയോടാണ്. ഈ നാടിനെ വർഗീയമായി വിഭജിക്കുന്ന, ഈ നാട്ടിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSS, SDPI, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി തള്ളി പറയാൻ രണ്ട് ജനാധിപത്യ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് UDF-ന്റെ പ്രതിനിധിക്കും LDF-ന്റെ പ്രതിനിധിയും തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. പറയാൻ തോന്നുന്നു. ഞങ്ങൾ വളരെ കാലം മുമ്പേ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു, 1000 വട്ടം പറയുന്നു. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPI നാടിനെ തകർക്കുന്നവരാണ്, നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്, കൂട്ടി നിർത്തുകയല്ല വേണ്ടത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇനി SDPIയെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും, അഭിമാനത്തോടെ ഏറ്റുവാങ്ങും. അങ്ങനെ SDPIയെയും വർഗീയതയും എതിർത്തതിന്റെ പേരിൽ ഞങ്ങൾ ആയുഷ്കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഇരിക്കും, പ്രതിപക്ഷത്തിരിക്കും. പക്ഷേ ഞങ്ങൾ SDPIയുടെ വോട്ട് വേണ്ട. ഈ നാടിനെ തകർക്കുന്നവരാണ്. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ജ്യോതികുമാർ ചാമക്കാല. ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ നിലപാട് വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതില്ല. തയ്യാറുണ്ടോ ഇല്ലേ? തയ്യാറുണ്ടോ ഇല്ലേ? തയ്യാറുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ എന്ന ചോദ്യം DYFI ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഇവിടെ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്നെ പഠിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ എന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതൊക്കെ 8 മടങ്ങി കൈ വെച്ചിരുന്നാൽ മതി. ഇനി ഞാൻ പറയുന്നത് കേട്ടോളൂ. ചോദ്യം വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വോട്ട് വേണ്ട എന്ന് UDF പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് യെസ് ഓർ നോ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതങ്ങ് വേറെ വലത്തും പോയി പറഞ്ഞാൽ മതി. ഞാൻ എന്ത് പറയണം അനിയ വിളച്ചിലൊന്നും വേണ്ട, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ, ഞാൻ പറയട്ടെ. മനസ്സിലായില്ലേ? ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്. നിങ്ങൾ സരിനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ സരിന്മാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സന്ദീപ് വാര്യർ അല്ലെങ്കിൽ നിങ്ങൾ സരിന്മാരാണ്. നീ ബാക്കി കേട്ടോളൂ. എഴുന്നേറ്റ് ചോദിക്കും. അതെ, സരിന്മാരാണ്, വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അവസരവാദി